ആ ഗാനമേള ആരും കളിച്ചില്ല. ഈ ഒരു പാട്ട് കേട്ടപ്പോ എന്റെ ഒരു പഴയ ഒരു പാട്ട് കേട്ടപ്പോ ഞാൻ കളിച്ചു. ഞാൻ അറിയില്ല എന്നെ അടിക്കുന്നു. പണ്ടൊരു പയ്യനെ ഇതേപോലെ കുറെ ജനങ്ങൾ അടിച്ചു വന്നില്ലേ, ആ മധുവിന് അതേപോലെ ആക്കല്ല. ഞങ്ങൾക്ക് പേടിയുണ്ട് കേട്ടാ. നിങ്ങൾ എങ്ങനെയൊക്കെ എടുക്കുമ്പോ ഞങ്ങൾക്ക് പേടിയാണ്. കൊല്ലംകാരെ പേടിയാണ്, കൊല്ലംകാരെ പേടിയാണ് എന്ന് പറയുമ്പോ നമസ്കാരം. കൊല്ലം പൂരം നടക്കുന്ന ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കഴിഞ്ഞ ദിവസം നടന്ന ഗാനമേളയ്ക്കിടയിലാണ് പാട്ടിനൊപ്പം വേദിയുടെ മുൻവശത്തെത്തി ഡാൻസ് കളിച്ച വയോധികനെ ഒരു യുവാവ് കസേര ഉപയോഗിച്ച് മുഖത്തടിച്ചു വീഴ്ത്തിയത്. സാമൂഹിക മാധ്യമങ്ങളിൽ ഈ ദൃശ്യം വലിയ രീതിയിൽ പ്രചരിച്ചു. തിരുവനന്തപുരം ആറ്റുകാൽ സ്വദേശി 70 വയസ്സുള്ള ബാലു എന്ന മനുഷ്യനാണ് മർദ്ദനമേറ്റത്. ഇദ്ദേഹം വർഷങ്ങളായി കൊല്ലത്ത് ആക്രി പെറുക്കുകയും ആശ്രമം ചിൽഡ്രൻസ് പാർക്ക് സമീപം കിടന്നുറങ്ങുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഉത്സവമായതുകൊണ്ട് പതിവ് പോലെ പ്രോഗ്രാം കാണാനായി എത്തിയതാണ്. എന്നാൽ തന്റെ ഇഷ്ടഗാനം സ്റ്റേജിൽ ആലപിച്ചപ്പോൾ പാട്ടിനൊപ്പം നൃത്തം ചവിട്ടിയതാണ്. ഗാനമേള ആലപിച്ച ആൾ നൽകിയ പ്രോത്സാഹനവും കൂടി ആയപ്പോൾ മുന്നിലേക്ക് ചെന്നതായിരുന്നു. പെട്ടെന്നാണ് ഒരാൾ പുറകിൽ നിന്നും വരികയും കസേര ഉപയോഗിച്ച് മുഖത്താഞ്ഞടിക്കുകയും ചെയ്തത്. എന്നാൽ ആരും തന്നെ പിടിച്ചു മാറ്റാൻ വരികയോ ഒന്നും തന്നെ ചെയ്തില്ല എന്നും എല്ലാവരും വീഡിയോ ചിത്രീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നും തേങ്ങലോടെയാണ് ഇദ്ദേഹം പറയുന്നത്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർ പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ മാറിയേനെ, എന്നെ ഇങ്ങനെ മർദ്ദിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല, തനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, അതുകൊണ്ടായിരിക്കാം അവർ മർദ്ദിച്ചത്. ഇതേ തുടർന്ന് കേസ് നൽകുവാനോ മറ്റൊന്നിനുമോ താൻ പോകില്ല, കാരണം തനിക്ക് പേടിയാണ്. കൊല്ലംകാരെ പലരും ഭീഷണിപ്പെടുത്തി കേസ് കൊടുത്തിട്ട് തെരുവിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു പക്ഷേ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് ശരീരത്തിനേറ്റ മർദ്ദനത്തിന്റെ വേദനയുമായി തെരുവോർത്ത് കഴിയുമെന്നാണ് കണ്ണീരോടെ ബാലു പറയുന്നത്. നമസ്കാരം. ഞാന് വിഷ്ണു അമ്പലം, അതായത് ആശ്രമ അമ്പലത്തിലെ ശ്രീ സംസ്ഥാനത്ത് ഞാനൊരു ആക്രി പറക്കി ജീവിക്കുന്നതാണ്. ഞാൻ പോയി കുപ്പിയെല്ലാം പറക്കിയിട്ട് നമ്മളവിടെ പരിപാടി തുടങ്ങി, ഗാനമേള. ആ ഗാനമേളയിൽ ആരും കളിച്ചില്ല. ഈ ഒരു പാട്ട് കേട്ടപ്പോ എന്റെ ഒരു പഴയ ഒരു പാട്ട് കേട്ടപ്പോ ഞാൻ കളിച്ചു. ആ പാട്ടില് ഞാൻ അറിയില്ല എന്നെ അടിക്കുന്നു. എനിക്ക് ഇവിടെ അടിച്ച്, ഇവിടെ അടിച്ച് അപ്പൊ എല്ലാം പൊട്ടിയിട്ടുണ്ട്, എല്ലാം അടിച്ചു പൊട്ടിച്ചു. ഇവിടെ അപ്പൊ ഞാൻ വീണ്ടും ഞാൻ പോവും. തെറ്റ് ചെയ്തില്ല, ഇനി ഒരു കാര്യം ചെയ്യരുത്. പണ്ടൊരു പയ്യനെ ഇതേപോലെ കുറെ ജനങ്ങൾ അടിച്ചു വന്നില്ലേ, ആ മധുവിന് അതേപോലെ ആക്കല്ല. ആരെ അതേപോലെ ആക്കരുത്. തെറ്റ് ചെയ്തില്ല. ഇത്രയും ജനം എന്നെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കണം. ഒരു ജനം ചെയ്തിട്ടില്ല, ഒരു ജനം തെറ്റിയല്ല. എന്നെ ഒരാന്തിയില് എന്നെ അടിച്ചടിയാണ്. ആ അടിയില് എനിക്ക് ആരും ഗ്യാസും വേണമെന്നും വേണ്ട, എല്ലാരും കണ്ടോണ്ടിരിക്കുന്നതാണോ. എനിക്ക് ആരുമില്ല, ഒരു അമ്മയുണ്ട്, വയസ്സായ അമ്മ. അമ്മേരെ കാലം വരെ കിടക്കട്ടെ. എന്റെ അമ്മനെ കണ്ട അമ്മ നെഞ്ചു വിട്ടി ചാവും. പേരെന്തുവാ? ബാലു. ബാലു. സ്ഥലം ഇവിടെയാണോ? ഇല്ല, ആറ്റുകാൽ. തിരുവനന്തപുരം അല്ലേ? അപ്പൊ ഇവിടെ ജോലിക്ക് ഇല്ല, ആഗ്രഹം ജോലി പോയപ്പോ ഞാൻ കുപ്പിയെല്ലാം പറഞ്ഞ് ജീവിക്കുകയാണ്. ഇനി അവർക്കറിയാം ഈ കൊല്ലംകാരെ പേടിയാണ്, കൊല്ലംകാരെ പേടിയാണ് എന്ന് പറയുമ്പോ നാളെ ഇതേപോലെ അടിക്കൂല്ല, ഇനി നമ്മൾ അടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ തിരിച്ച വിമാനം ഒന്ന് അടിക്കുമെന്നുള്ള പേടിയുണ്ടാണ് കേസ് കൊടുക്കുന്നത്. അല്ല, അത് പല ആൾക്കാരും പറഞ്ഞു കേട്ടോ, പേടിയുണ്ട്. അടിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ കിടക്കണത് ഇവിടെയും ഈ ചെയ്യണ ഈ പാറി കിടക്കണതും പിച്ച് കിടക്കണം, പേടിയാണ്. ഞാൻ പേടിച്ചില്ലേ, എന്റെ അമ്മയുടെ കാലം വരെ കിടക്കണം വിചാരിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയും, കരഞ്ഞുകൊണ്ട് ഞാൻ പറയും ഇനി ആരെങ്കിലും ചെയ്യാൻ പോയത്. അതേ എനിക്ക് പറയുള്ളൂ. ഈ മാച്ചാടിയല്ല, എനിക്ക് മേടിച്ച് നടക്കാൻ വയ്യ. അതിന്റെ പിള്ളേരാണ് എനിക്ക് വെള്ളം പോലെ മാറ്റി മാറ്റിയായിരുന്നു. ഒരാളും പിടിച്ചു മാറ്റില്ല, എല്ലാരും വീഡിയോ എടുത്തു. എല്ലാം പ്രതീക്ഷിച്ച് ആ ചേട്ടൻ മുന്നേ കളിച്ചത്, ചേട്ടൻ എന്ന് കടിച്ചത് എല്ലാം ചോദിച്ചു. എന്തിനാണ് ചേട്ടൻ അടിക്കാനുള്ള കാരണം? ആ അപ്പാപ്പൻ എന്തിനാ അടിച്ചു? പാടിക്കൊണ്ടിരുന്ന ആളും ചോദിച്ചു. എന്തിനാ അടിച്ചെന്നൊക്കെ ചോദിച്ചു. എല്ലാരും ഇങ്ങനെ അടിച്ചെന്തിന് പാട്ടുകൾ, ആ പാട്ടുകൾ, ആ പയ്യറകൾ എന്തിനാ ചേട്ടൻ അടിയാ? ആ ചേട്ടൻ എന്തിനാ അടിച്ചെന്ന് അവരുടെ എല്ലാം സൈലന്റ് ആയപ്പോ എനിക്ക് ആരും ദേഷ്യമൊന്നുമില്ല. 4 വർഷം കൊണ്ട് ഞങ്ങളെ ഈ പമ്പോസിന്റെ
ആക്രിക്കടയിൽ നിൽക്കുന്നവനാണ് ഈ ഞാൻ. എന്നെ പറ്റി ഇവിടെ ആരും ഒരു തെറ്റും പറയില്ല, എല്ലാവർക്കും അറിയാം. അതാണ്ടാ ഇവിടെ നിന്ന് അപ്പുറത്ത് പോയാലും എല്ലാവർക്കും എന്നെ അറിയാം. ഈ ഇരിക്കുന്നതാണ്ട് ആ ബായിക്ക് വരെ അറിയാം എന്നെ. അതാണ്ട അങ്ങോട്ട് നോക്കിയാൽ മതി, ആ ബായിക്ക് വരെ എന്നെ അറിയാം. ഏത് ഇല്ല, ഒരുമിച്ചല്ല പോയ. പക്ഷെ കഴിക്കും, മദ്യം കഴിക്കും. പക്ഷെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അലുമ്പും അങ്ങനെ അവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ബാക്കിൽ മാന്യ രീതിയിൽ കസേര ഇരിക്കുകയായിരുന്നു. ആര്? ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു, അവര് മറ്റിരിക്കുകയായിരുന്നു. ഈ അടിയൊക്കെ കിട്ടുമ്പോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. ഒറ്റ മനുഷ്യൻ പിടിച്ചു മാറ്റാൻ, പക്ഷെ ലാസ്റ്റ് പിടിച്ചു മാറ്റാൻ വേണ്ടി ആരോ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആ ഫ്രണ്ടിലോട്ട് പോയില്ല. എന്നാ ഞാൻ കാണുമായിരുന്നു. ആളിനെ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഏതോ ഒരു ചേട്ടൻ വന്ന് പിടിച്ചു മാറ്റി ഇയാളെ കൊണ്ടുവന്ന് അവിടെ കൊടുത്ത് അവിടെ അങ്ങോട്ട് മാറ്റി നിർത്തി വെള്ളമൊക്കെ കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. വെള്ളം കൊടുത്ത് ഇതൊക്കെ എനിക്കറിയാവും. പിന്നെ ഞങ്ങൾക്ക് പേടിയുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം ഞങ്ങൾ ആക്രി പറക്കി ജീവിക്കണം. നമുക്ക് നാളെ പേടിയാണ്. അതുമാതിരി കൊല്ലം ജില്ലയാണ്, ഇവിടെ കൊന്നു ചെയ്യാൻ പറ്റി. അതുകൊണ്ട് മാത്രം, അല്ലാതെ പേടിയല്ല. എന്നാലും ഇങ്ങനെയൊക്കെ വന്നില്ലേ, ഒരാൾ കളിക്കുമ്പോ തന്നെ അടിക്കാനൊക്കെ നിൽക്കുമ്പോ അതെന്താണ് ചേട്ടാ? ഒരു 6 മണി വയസ്സാ അടി വഞ്ഞ കിടക്കണത്. ഒരു വെള്ളം മാറ്റി വരും. ഇയാള് ഒരു സൈഡ് വെച്ചിട്ടാണ് കിടക്കണ കേട്ടാ. 2 ദിവസം കിടക്കാൻ വയ്യ, ഒരു സൈഡ് വെച്ചിട്ട്. ഇന്ന് വേറൊരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ആഹാരം മാറ്റി തരാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇയാള് വേണ്ടെന്ന് പറഞ്ഞോണ്ടോ. എന്നാലും ഒരു 10-250 രൂപ എടുത്ത് കൊടുത്തിട്ട് പോയി ഇയാളെ കയ്യിൽ.